മകൻ പോലീസ് കമ്മീഷണറാണെങ്കിൽ അച്ഛന് ഏത് കൊള്ളയും നടത്താം. പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല, കോടതിയെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് KP ശങ്കരദാസിൻ്റെ കാര്യത്തിൽ മലയാളിയുടെ മുമ്പിൽ തുറന്ന് വയ്ക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുപ്രീം കോടതി വരെ പോയി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട്. അവസാനം സുപ്രീം കോടതി ചോദിച്ചു, ദൈവത്തിനെ പോലെ നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലോ എന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളി. പക്ഷെ നാട്ടിൽ വന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ഇപ്പോൾ ബോധമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നതിൻ്റെ ചിത്രവും കാട്ടിയിട്ടാണ് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഹാജരാക്കാൻ പറ്റാത്തതിൻ്റെയും ഒക്കെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കിപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭരണഘടനയെ പലപ്പോഴും ഇപ്പോൾ ഭരണഘടനയെ ഉപയോഗിക്കുന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ ആയുധമാക്കി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന ബോധം കെട്ട് തളർന്നിടക്കുന്ന ഒരവസ്ഥയാണ് KP ശങ്കരദാസിൻ്റെ ഈ ബോധക്കേടിലൂടെ നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നത്.